ന്യൂമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 10ാം ക്ലാസ് റിവിഷൻ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. 2ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പൊ പാർട്ട് 1 വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ നിർബന്ധമായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് എത്തുക. റെഡിയാണല്ലോ? നമ്മൾ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും നൽകുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇന്ന് 5ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എങ്ങനെ പഠിക്കാം എന്നതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കുട്ടികൾ നിർബന്ധമായിട്ടും പേനയും പേപ്പറും പുസ്തകവും ഒക്കെ എടുത്തിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. സിനിമ കാണുന്നത് പോലെ ക്ലാസ് കേട്ട് തള്ളിക്കളയരുത്. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കേ, ചതുർഭുജം ABCDയിൽ കോൺ A സമം 60 ഡിഗ്രിയാണ്, കോൺ B സമം 90 ഡിഗ്രിയാണ്, കോൺ C സമം എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഇനി ABCD ചക്രീയ ചതുർഭുജമാണോ? ABCD ചക്രീയ ചതുർഭുജമാണോ? എന്തുകൊണ്ട്? റെഡി? എന്നിട്ട് AC വ്യാസമായി വരച്ചാൽ B, D എന്നിവയുടെ സ്ഥാനം എവിടെയായിരിക്കും? BD വ്യാസമായി വൃത്തം വരച്ചാൽ A, C ഇവയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നതാണ് ചോദ്യം. നമുക്ക് ഇതിന് ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. ഇൻ quadrilateral ABCD, angle A is equal to 60 degree, B is equal to 90 degree and angle C is equal to 110 degree. Is quadrilateral ABCD is cyclic? Why? Cyclic ആണോ? എന്തുകൊണ്ട്? Where will be B and D if circle is drawn with AC as diameter? Then where will be A and C if circle is drawn with BD as diameter? Question simple ആണ്. നമ്മുടെ കയ്യിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജമുണ്ട്. അതിന്റെ പേരാണെന്ത്? ABCD. അപ്പൊ നമുക്ക് റഫായിട്ട് ആ ചിത്രം ഒന്ന് വരയ്ക്കാം. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ, ഇങ്ങനെ ഒരു ചതുർഭുജം ഉണ്ട് എന്ന് മക്കളൊന്ന് വിചാരിച്ചല്ലോ. ഇതിന് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് ABCD. സെറ്റ് ആണല്ലോ? റെഡി? എന്നിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആംഗിൾ A എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ കോൺ A നമ്മൾ 60 ഡിഗ്രി എന്ന് കൊടുത്തു. സെറ്റ് ആണല്ലോ? ആംഗിൾ B എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ആംഗിൾ B എത്രയാണ്? 90 ഡിഗ്രി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ആംഗിൾ C, എടാ കോൺ C എത്രയാണെന്നാണ് പറഞ്ഞത്? 110 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞത്. 110. കോൺ D നമുക്കറിയോ? കോൺ D നമുക്കറിയില്ല, അത് അവിടെ അങ്ങനെ എഴുതി വെച്ചു. റെഡി? എന്നിട്ട് നമ്മളോട് ആദ്യം ചോദിച്ചത് ABCD ചക്രീയ ചതുർഭുജമാണോ? ABCD is quadrilateral, ABCD is cyclic. എടാ, ചക്രീയ ചതുർഭുജമാണെങ്കിൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിനൊരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? ദി സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് 180. എതിർ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടണം. ഇവിടെ നമുക്ക് 90. ഈ കോൺ D എത്രയാണോ നമുക്കറിയോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അറിയാവുന്ന 2 കോണുകൾ, ആംഗിൾ Aയും ആംഗിൾ Cയും, അത് രണ്ടെണ്ണം കൂട്ടി നോക്കുക. എടാ, എന്താണ്? ആംഗിൾ A പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 60 പ്ലസ് 110 ഡിഗ്രി. എടാ, 60 110 എത്രയാണ്? 170 ഡിഗ്രിയാണ്. 60 110 എത്രയാണ്? 170 ഡിഗ്രി. അപ്പൊ കോൺ Aയും കോൺ Cയും കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടിയത്? 180 കിട്ടിയിട്ടില്ല, 170 കിട്ടിയിട്ടുള്ളൂ. സോ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ സൈക്ലിക്. ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതെന്തല്ല? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. ക്ലിയർ ആണല്ലോ? കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? 180 കിട്ടിയിട്ടില്ല. 180 കിട്ടിയാലേ എന്താകൂ? സൈക്ലിക് ആകൂ, ചക്രീയമാകുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ പെട്ടെന്ന് എഴുതി. കാരണം എന്താണ്? ആംഗിൾ Aയും Cയും കൂട്ടിയപ്പോ 170 കിട്ടിയിട്ടുള്ളൂ, 180 കിട്ടിയിട്ടില്ല. സോ ഇതെന്തല്ല? സൈക്ലിക് അല്ല, ചക്രീയമല്ല. ഇനി AC വ്യാസമായി വൃത്തം വരച്ചാൽ, അപ്പൊ നമുക്കൊന്ന് വരക്കാം. എടാ, AC വ്യാസമായിട്ട്, അപ്പൊ AC ആണ് ഡയമീറ്റർ എന്ന് വിചാരിച്ചോ. AC ആണ് ഡയമീറ്റർ.
ഈ AC ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. AC ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ വരച്ചാൽ D എവിടെയായിരിക്കും, B എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിനാദ്യം ആംഗിൾ D എത്രയാണെന്ന് കാണണം. എങ്ങനെ കാണാം? ആംഗിൾ D is equal to, ശ്രദ്ധിക്കണേ, ആംഗിൾ D ആദ്യം നമുക്ക് കോൺ D കാണണം. കോൺ D is equal to, നമ്മൾക്കറിയാം ഇതിലുള്ള 4 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടേണ്ടത്? മക്കളൊന്ന് പറഞ്ഞേ, ഇതിലുള്ള 4 കോണുകൾ കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? 360 ആണ്. അപ്പൊ കോൺ D എന്ന് പറഞ്ഞാൽ 360 മൈനസ് 360 ഏതൊക്കെ കൊടുക്കണം? 60 പ്ലസ് 90 പ്ലസ് 110. റെഡി? 360 നിന്നും 60 കുറക്കണം, 90 കുറക്കണം, 110 കുറക്കണം, ബാക്കിയുള്ള കോണേ ഇവിടെ ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാണ് കോൺ D സമം 360 മൈനസ് 360 നിന്ന് എടാ 110ഉം 90ഉം എത്രയാണ്? 200 ആണ്. 260 എത്ര കുറക്കണം? 260 കുറക്കണം. അപ്പൊ കോൺ D സമം 360 നിന്നും 260 കുറച്ചാൽ എത്രയായിരിക്കും? 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ D നമുക്ക് എത്ര കിട്ടി? 100 ഡിഗ്രി കിട്ടി. ഇനി പറ AC ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ ഇങ്ങനെ വരച്ചാൽ D എവിടെയായിരിക്കും, B എവിടെയായിരിക്കും? മക്കളൊന്ന് പറഞ്ഞേ B എവിടെയായിരിക്കും? B എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? എടാ B എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ അല്ലെ ആംഗിൾ B is equal to 90 ഡിഗ്രിയാണ്. എടാ ആംഗിൾ B 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ ആണ്. ആ പോയിന്റ് എവിടെയായിരിക്കും? വൃത്തത്തിലായിരിക്കും. അപ്പൊ B 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഫോംഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിൽ രൂപപ്പെടുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വ്യാസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടുന്നിടത്ത് 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ D എവിടെയാണെന്നാ ചോദിച്ചത്. D എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്നാണ് ചോദിച്ചത്. എടാ ആംഗിൾ D എത്ര ഡിഗ്രിയാണ് കിട്ടിയത്? നമുക്ക് 100 ഡിഗ്രിയാണ്. അത് 90നേക്കാൾ കൂടുതലാണ് അല്ലെ? അപ്പൊ എത്ര ഡിഗ്രിയാണ്? ആംഗിൾ D എന്ന് പറയുന്നത് 90നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ആ പോയിന്റ് ഇൻ ദി സർക്കിൾ ആണ്, സർക്കിളിന്റെ അകത്താണ്. എന്താണ് ആ പോയിന്റ്? എവിടെയാണ്? ഇൻ ദി സർക്കിൾ. മക്കളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ, ആ പോയിന്റ് എവിടെയാണ്? ഇൻ ദി സർക്കിൾ. അപ്പൊ കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ പുറത്ത്, ഔട്ട്സൈഡ് ദി സർക്കിൾ. ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻസൈഡ്, സർക്കിളിന്റെ അകത്ത്. ആംഗിൾ എക്സാക്ട്ലി 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് ഓൺ ദി സർക്കിൾ, വൃത്തത്തിൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, വേറൊരു സാധനം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്താണ്? BD വ്യാസമായാൽ, അപ്പൊ BD വ്യാസമായിട്ട് നമ്മൾ വരച്ചു നോക്കുകയാണ്. അത് ഇവിടെ വരക്കാണ്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. BD വ്യാസമായിട്ട് നമ്മളൊരു വര വരക്കാണ്. ഇതാണ് BD വ്യാസമായ വര എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താ? BD വ്യാസമായിട്ട് അല്ലെ, BD ഡയമീറ്റർ ആയി വരച്ചാൽ A എവിടെ, C എവിടെ അല്ലെ? A എവിടെയായിരിക്കും, C എവിടെയായിരിക്കും? ഒന്ന് പറഞ്ഞേ, A എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പൊ അത് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ. 110 മോർ ദാൻ 90 ഡിഗ്രിയാണ്. സോ ആ പോയിന്റ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ്, സോറി ഇൻസൈഡ് ദി സർക്കിൾ. അപ്പൊ നമ്മൾ അത് എഴുതാൻ പോവാണ്. എന്താണ്? ആംഗിൾ ഏതാണ്? ആംഗിൾ A. ആംഗിൾ A is equal to 60 ഡിഗ്രി. ആംഗിൾ A എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പോ ആംഗിൾ A എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. സോ അത് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ. അതെവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ. അടുത്തതോ ആംഗിൾ C ആണ്. എടാ ആംഗിൾ C എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ C എന്ന് പറയുന്നത് മോർ ദാൻ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അതെവിടെയായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ് പഠിച്ചത്. ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതെവിടെയായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും, വൃത്തത്തിനകത്ത്. ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ, ഇഫ് ദി ആംഗിൾ ഈസ് മോർ ദാൻ 90 ഡിഗ്രി, പോയിന്റ് എവിടെയായിരിക്കും? എവിടെയാണ്? ഇൻസൈഡ് ദി സർക്കിൾ. ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ പറഞ്ഞത് മാറിയോ? ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്സൈഡ് ആണ്, പുറത്താണ്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ആണ്, അകത്താണ്. ആംഗിൾ എക്സാക്ട്ലി 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രി ആണെങ്കിൽ പോയിന്റ് വിൽ ബി ഓൺ ദി സർക്കിൾ, വൃത്തത്തിലായിരിക്കും പോയിന്റ്, ബിന്ദു. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളൊന്ന് നോക്കിക്കേ. C and D are the vertices of a semi circle. അല്ലേ?
C and D are the vertices on the semicircle with diameter AB. AB എന്താണ്? ഡയമീറ്റർ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. AB എന്താണ്? ഡയമീറ്റർ, വ്യാസമാണ്. എന്നിട്ട് ആംഗിൾ BDC, ആംഗിൾ BDC എത്ര തന്നിട്ടുണ്ട്? 125 എന്ന് തന്നിട്ടുണ്ട്. CD is parallel to AB. ഈ പറയുന്ന വരക്ക് എന്താണ്? പാരലൽ ആണ്. ABക്ക് പാരലൽ ആണ് എന്ത്? CD. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദി മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഗിവൺ ബിലോ. ഈ കാണുന്ന 4 കോണുകളുടെ അളവുകൾ കണ്ടെത്തണം. ഈ കാണുന്ന 4 കോണുകളുടെ അളവുകൾ കണ്ടെത്തണം. ഒന്ന് ശ്രദ്ധിച്ചേ. AB വ്യാസമായ അർദ്ധവൃത്തത്തിലെ ബിന്ദുക്കളാണ് CD. അപ്പൊ AB വ്യാസമായ അർദ്ധവൃത്തം, അതിലെ 2 പോയിന്റ് ആണ് എന്ത്? സിയും ഡിയും. കൃത്യമാണല്ലോ? അങ്ങനെയെങ്കിൽ ആംഗിൾ BDC എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 125 ആണ്. അങ്ങനെയെങ്കിൽ ABക്ക് സമാന്തരമാണ് CD. അങ്ങനെയെങ്കിൽ ഈ 4 കോണുകളും എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. കൃത്യമാണല്ലോ? അപ്പൊ നമ്മളൊന്ന് കണ്ടെത്താൻ പോവാ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? കാണുന്നുണ്ടല്ലോ? അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത്, ആദ്യം കാണേണ്ട ക്വസ്റ്റ്യൻ ഏതാന്ന് പറഞ്ഞേ? BAC ആണ്. BAC ഏതാ ക്വസ്റ്റ്യൻ? BAC. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ആംഗിൾ, ശ്രദ്ധിച്ചോ, ആംഗിൾ BAC. ആംഗിൾ BAC എങ്ങനെ കാണാം? ഇത് ABCD എന്ന് പറയുന്ന ഈ സാധനം, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ചതുർഭുജമാണ്. ഇതിന്റെ 4 പോയിന്റും എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? ഓൺ ദി സർക്കിൾ, വൃത്തത്തിലാണ്. അതുകൊണ്ട് ABCD എന്ന് പറയുന്ന ഈ ചതുർഭുജം എന്ത് ചതുർഭുജമാണ്? ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ആണ്. അതിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ കോൺ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 180 - 125 ചെയ്താൽ മതി. 180 ഡിഗ്രിയിൽ നിന്നും 125 ഡിഗ്രി കുറച്ചാൽ, 180 നിന്നും 100 കുറക്കാതെ 180, അല്ലെങ്കിൽ തിരിച്ചു കൂട്ടിയാൽ മതി. 125 കൂടെ എത്ര കൂട്ടിയാലാണ് എത്ര കിട്ടുക? 180 കിട്ടുക. 125 കൂടെ 25 കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 150. പിന്നെ ഒരു 30. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 55 ഡിഗ്രി. അതായത് ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 55 ഡിഗ്രിയാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? 180 നിന്നും 125 കുറക്കണം. കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. റീസൺ ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയെങ്കിൽ ACB നമുക്ക് കാണേണ്ടത് ഏതാണ്? കോൺ ACB. ഏതാ ACB? ACB. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ഡയമീറ്റർ ആണ്, വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാസത്തിന്റെ 2 അറ്റം വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ആംഗിൾ ഫോംഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അതുകൊണ്ട് ഇത് നമുക്ക് വൃത്തിക്ക് എഴുതാം. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പൊ ഇത് നമ്മൾ കൊടുത്തു. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൂന്നാമത്തത് ACD. ഈ കാണുന്ന കോൺ ACD. ഇത്രയും ഭാഗം 90 ആണെന്ന് അറിയാം. ഈ ഭാഗം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ACD. അതിന് നമുക്ക് ഈ വരയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? പാരലൽ ആണ്. ഈ വരയും പാരലൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ കോണും കൂട്ടിയാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 180 ആണ്. ശ്രദ്ധിച്ചോ, ഈ വരയും പാരലൽ ആണ്. ഈ വരയും എന്താണ്? സമാന്തരമാണ്. അങ്ങനെയെങ്കിൽ ഈ കോണും കൂട്ടിയാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 180 കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതുകയാണ് ആംഗിൾ ACD സമം. ആംഗിൾ ACD എന്ന് പറയുന്നത് 180 മൈനസ് 180 നിന്നും ഈ കാണുന്ന കോൺ എത്ര കുറക്കണം? 55 ഡിഗ്രി. 55 ഡിഗ്രി കുറച്ചാൽ 180 നിന്നും 125 കുറച്ചാൽ 55 ആണ്. അപ്പൊ 180 നിന്നും 55 കുറച്ചാൽ എത്രയായിരിക്കും? 125. അപ്പൊ ഈ കാണുന്ന ടോട്ടൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 125 ഡിഗ്രി കിട്ടി. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് ABD. ABD. ഈ കാണുന്ന കോൺ ABD. ഈ കാണുന്ന കോണാണ്. അതിനെന്താ? ഈ കാണുന്ന കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെയെങ്കിൽ കോൺ ABD സമം 180 മൈനസ് ഈ കാണുന്ന കോൺ മൊത്തം നമുക്ക് എത്ര കിട്ടി? 125 കിട്ടി. സോ നമ്മൾ എഴുതി 125 ഡിഗ്രി. 180 നിന്നും 125 കുറച്ചാൽ എത്ര തന്നെയാണ്? 55 ആണ്. അപ്പൊ ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രിയാണ്.
സെറ്റ് ആണല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മാർക്ക് കിട്ടുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കേട്ടോ. വെരി വെരി സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആംഗിൾ ആർ ക്യൂ ടി 70 ആണ്. ഏതാണ് ആർ ക്യൂ ടി? ആർ ക്യൂ ടി ഇതാ ഈ കാണുന്ന സാധനം എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ്. എന്നിട്ട് ആംഗിൾ ആർ ക്യൂ പി ഈ ആംഗിൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെയോ ആംഗിൾ പി എസ് ആർ ഇതാ ഈ കാണുന്ന ആംഗിൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യം കാണേണ്ടത് കേട്ടോ. ഇതിന് ഇംഗ്ലീഷ് ഉണ്ട്, എന്താണ്? ഇൻ ദി ഫിഗർ അല്ലെ. ഇതിൽ കൂടുതൽ ഇംഗ്ലീഷും മലയാളത്തിന്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. കോണകട് കണ്ടാൽ മതി. മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ഇതാ നന്നായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കാണേണ്ടത് ഏതാ? ഈ കാണുന്ന കോണാണ്. അപ്പൊ ആംഗിൾ ആർ ക്യൂ പി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ കോൺ എത്രയായിരിക്കും? എടാ ഇതൊരു ലൈനിൽ മറ്റൊരു ലൈൻ കൂട്ടിമുട്ടിയപ്പോഴുണ്ടായ ഈ 2 കോണുകളെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കും. എന്താണ്? ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡികളാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് 70. 180ൽ നിന്നും 70 കുറച്ചാൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും? 110 ഡിഗ്രി. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 110 ഡിഗ്രി കിട്ടി. സെറ്റ് ആണല്ലോ. വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ മക്കളൊന്ന് നോക്കിക്കേ. എന്താണ്? പി എസ് ആർ ഈ കാണുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? പെട്ടെന്ന് തന്നെ എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പുറം കോൺ ഔട്ടർ ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് എതിർമൂലയിലെ ഇന്നർ ആംഗിൾ അകത്തെ കോണിന് തുല്യമാണ്. അപ്പൊ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അകത്തും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി. സോ നമുക്ക് ഈസി ആയിട്ട് എഴുതാം എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. സിമ്പിൾ സാധനം. ഇനി ഒന്ന് നോക്കിക്കേ. എന്താണ്? ആർ ക്യൂ ടി എത്രയാണ്? എക്സ് ആണെങ്കിൽ എടാ ഇവിടെ ഉണ്ടാകുന്ന കോൺ എക്സ് ആണെങ്കിൽ പി എസ് ആർ ഈ കാണുന്ന കോൺ എത്രയായിരിക്കും? എക്സ് അതല്ലേ. ഇവിടെ ഉള്ളത് 70 ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രിയാണ്? 70. അപ്പൊ ഇവിടെ ഡിഗ്രി എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? എക്സ്. ഇവിടെ 70 ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി. സിമ്പിൾ ആണല്ലോ. വെരി ഈസി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? പുറം കോൺ. ദി ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി ഓപ്പോസിറ്റ് ഇന്നർ ആംഗിൾ. പുറത്തെ കോൺ എതിർമൂലയിലെ അകത്തെ കോണിന് തുല്യമാണ്. സെറ്റ് ആണല്ലോ. വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ ദി വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ എക്സാമിനെങ്ങാണ്ടോ ചോദിച്ച ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഓണ പരീക്ഷക്കാണെന്ന് തോന്നുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ചിത്രം നന്നായിട്ട് അനലൈസ് ചെയ്യാൻ കേട്ടോ. എന്താണ്? ഇൻ ദി ഫിഗർ O ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ചിത്രത്തിൽ O ഈസ് ദി സെന്റർ, വൃത്ത കേന്ദ്രമാണ് അല്ലെ. എന്താണ്? വൃത്തത്തിലെ കേന്ദ്രമാണ്. ഇനി എന്താ പറഞ്ഞത്? AB ആൻഡ് CD ഇന്റർസെക്ട് അറ്റ് M. എ ബിയും സി ഡിയും എവിടെ കൂട്ടിമുട്ടുന്നു? എം എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ദെൻ എ ഡി എം എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് എ സി ഡി? വാട്ട് ഈസ് ബി സി ഡി? സോറി, ബി സി ഡി ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. എന്നിട്ട് പ്രൂവ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആർക്ക് എ പി സി എന്ന് പറയുന്ന ആർക്കും ഡി ക്യൂ ബി എന്ന് പറയുന്ന ആർക്കും ചേർന്നാൽ എന്ത് കിട്ടും? ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തം കിട്ടുമെന്ന് തെളിയിക്കണം. നമുക്ക് ഈ കോൺ 40 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോൺ എത്രയാണെന്നാണ് കാണേണ്ടത്. എന്നിട്ട് ഈ ആർക്ക് ഈ ചാപവും ചേർത്ത് വെച്ചാൽ ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത്. സിമ്പിൾ ആണ്. മക്കളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ചിത്രം കാണുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ ഈ കോൺ 40 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട്. ഈ കോൺ 40 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട്. നമുക്ക് പേന ഒന്ന് ചെറുതാക്കണം. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട് കേട്ടോ. ഈ കോൺ 40 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട്. സെറ്റ് ആണല്ലോ. ഈ കോൺ 40 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിലുണ്ട്. എന്നിട്ട് നമുക്ക് കാണേണ്ടത് ഈ കാണുന്ന കോണാണ്. ഈ കാണുന്ന കോൺ എത്ര ഡിഗ്രി എന്നാണ് കാണേണ്ടത്. മക്കളൊന്ന് ശ്രദ്ധിച്ചേ. എയിൽ തുടങ്ങി ഡിയിലെത്തി സിയിൽ അവസാനിച്ചു. എയിൽ തുടങ്ങി ബിയിലെത്തി സിയിൽ അവസാനിച്ചു. ഈ 2 കോണിന്റെയും തുടക്കവും ഒടുക്കവും എവിടെയാണ്? ഒരേ പോയിന്റിലാണ്. എയിൽ തുടങ്ങി ഡിയിലെത്തി സിയിൽ അവസാനിച്ചു.
എയിൽ തുടങ്ങി ബിയിലെത്തി സിയിൽ അവസാനിച്ചു. അപ്പൊ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഒന്ന് പറഞ്ഞേ, ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ കോണും എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി തന്നെയാണ്. പക്ഷെ നമുക്ക് കാണേണ്ടത് ആ കോണല്ല, ഈ കോണാണ്. മക്കളൊന്ന് പറഞ്ഞേ, ഇത് 90, ഇത് 40. അങ്ങനെയെങ്കിൽ ബാക്കി ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി. എങ്ങനെയാണ്? ഇത് 90, ഇത് 90, ഇത് 40. ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. 90ഉം 40ഉം പോയാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 50 ഡിഗ്രി. സെറ്റാണല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. റെഡി? അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ കാണുന്ന ചാപം, ഈ കാണുന്ന ആർക്കും കൂട്ടി വെച്ചാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് O is the center of the circle എന്നെന്തുണ്ട്? ചോദ്യത്തിലുണ്ട്. O എന്താണ്? വൃത്തകേന്ദ്രമാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ, ആദ്യം എയിൽ നിന്ന് ഓയിലേക്ക് ഒരു വര, ഓയിൽ നിന്ന് സിയിലേക്ക് ഒരു വര. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ എ ഡി സി എന്ന് പറയുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. അതിന്റെ കേന്ദ്രകോൺ, അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി വരണം? എടാ, അത് 40 ഡിഗ്രി ആണെങ്കിൽ കേന്ദ്രകോൺ എത്ര ഡിഗ്രി വരണം? 80 ഡിഗ്രി വരണം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ കേന്ദ്രകോൺ എത്ര ഡിഗ്രി വരണം? 80 ഡിഗ്രി. മക്കളെ ഒന്നുകൂടി പറയാം. എയിൽ തുടങ്ങി ഡിയിലെത്തി സിയിൽ അവസാനിച്ചു, വൃത്തത്തിൽ ആംഗിൾ ഉണ്ടാക്കി. എയിൽ തുടങ്ങി കേന്ദ്രത്തിലെത്തി സിയിൽ അവസാനിച്ചു. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയായിരിക്കും? 80 ഡിഗ്രി. ഇനി ഇതേ സാധനം നമ്മളൊന്ന് ചെയ്യാണ്. ഒന്ന് ശ്രദ്ധിച്ചോ. ഡിയിൽ തുടങ്ങി കേന്ദ്രത്തിലെത്തി, അല്ലെ? ഡിയിൽ തുടങ്ങി കേന്ദ്രത്തിലെത്തി. ഒന്നുകൂടി വരക്കാണ്. ഡിയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചു, കേന്ദ്രത്തിൽ നിന്നും ബിയിലേക്ക് ഒരു വര വരച്ചു. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു, ഡിയിൽ തുടങ്ങി കേന്ദ്രത്തിലെത്തി ബിയിലെത്തി, ഡിയിൽ തുടങ്ങി വൃത്തത്തിലെത്തി ബിയിലെത്തി. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ അതിന് നേരെ വരുന്ന കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ 2 കേന്ദ്രകോണുകൾ കിട്ടി. ആദ്യത്തെ കേന്ദ്രകോൺ 80 ഡിഗ്രിയാണ്, ഇവിടുത്തെ കേന്ദ്രകോൺ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അപ്പൊ ആ കേന്ദ്രകോണുകൾ 80 പ്ലസ് 100, കേന്ദ്രകോണുകൾ 80 ഡിഗ്രി പ്ലസ് 100 എത്രയാണ്? 180 ആണ്. കേന്ദ്രകോൺ രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ കേന്ദ്രകോൺ എത്ര കിട്ടും? 180 കിട്ടും. എടാ, കേന്ദ്രകോൺ 180 ആണെങ്കിൽ ഒന്ന് നോക്കിക്കേ. കേന്ദ്രകോൺ നന്നായിട്ട് ശ്രദ്ധിച്ചേ. കേന്ദ്രകോൺ 180 ആണെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞേ, കേന്ദ്രകോൺ 180 ആണെങ്കിൽ, കേന്ദ്രകോൺ 180 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? ഒരു സെമി സർക്കിൾ ആവൂലേ, ഒരു അർദ്ധവൃത്തമാവൂലേ? അപ്പൊ നമ്മൾ തെളിയിച്ചത് ഇത് 40 ആണെങ്കിൽ കേന്ദ്രകോൺ എത്രയായിരിക്കും? 80 ആണ്. ഇത് 50 ആണെങ്കിൽ കേന്ദ്രകോൺ എത്രയായിരിക്കും? 100 ആണ്. അപ്പൊ ആ 2 കേന്ദ്രകോണുകളും കൂട്ടി നോക്കി, 80ഉം 100ഉം കൂട്ടി നോക്കി, എത്ര കിട്ടി? 180 കിട്ടി. 180 കേന്ദ്രകോണ് വരണമെങ്കിൽ that will be a semi circle. അതെന്തായിരിക്കണം? ഒരു അർദ്ധവൃത്തമായിരിക്കണം. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? തെളിയിക്കാനുള്ളത്. സെറ്റാണല്ലോ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നഷ്ടപ്പെടുത്തരുത്. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യനും എന്റെ മക്കൾ നിർബന്ധമായിട്ടും എഴുതി പഠിക്കണം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ ഈ വീഡിയോയുടെ കമന്റായി രേഖപ്പെടുത്തണം. അപ്പൊ നമ്മുടെ റിവിഷൻ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. 2 ചാപ്റ്ററിന്റെ കൺസെപ്റ്റും ഏറെക്കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഇതേപോലെ റിവിഷൻ ചെയ്തതിനു ശേഷം പിന്നീട് മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഉടൻ അടി ബന്ധപ്പെടുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി പ്ലാൻസ് എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.